എല്ലാവർക്കും സ്വാഗതം. ഇംഗ്ലീഷിലെ ഒരുപാട് പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ ഉണ്ട് എങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുകയാണ്. ഇംഗ്ലീഷിൽ രണ്ട് തരത്തിലുള്ള സോദാറ്റുണ്ട്. സോയും ദാറ്റും അകത്തിയകത്തി എഴുതുന്ന സോദാറ്റുമുണ്ട്. സോയും ദാറ്റും ചേർന്നെഴുതുന്ന സോദാറ്റുമുണ്ട്. ഈ ചേർന്ന് വരുന്ന സോദാറ്റിനെ കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഏറ്റവും നല്ല ടോപ്പിക്കുകളിൽ ഒന്നാണ് ചേർന്ന് വരുന്ന സോദാറ്റ്. നമുക്ക് വേണേൽ ഒരുപാട് സമയം എടുത്ത് ഇത് പഠിക്കാം, കുറച്ച് സമയം കൊണ്ട് ഇത് പഠിക്കാം. അതിൽ ഏറ്റവും എളുപ്പത്തിൽ ഈ സോദാറ്റ് എങ്ങനെ നിങ്ങൾക്ക് മാർക്ക് കിട്ടുമെന്ന് പറഞ്ഞു തരാൻ പോവുകയാണ്. ആദ്യം ഒരു ചോദ്യത്തിലേക്ക് നമുക്ക് കടന്നിട്ട് ഇതിന്റെ ഉത്തരത്തിലേക്ക് വരാം. ചോദ്യം: ഷീ വർക്ക്ഡ് ഹാർഡ് സോ ദാറ്റ് ഷീ ഡാഷ് വിൻ ദ ഗെയിം. ഇത് സോദാറ്റിന്റെ പോർഷനാണ്. ഇങ്ങനെ സോദാറ്റ് വന്നാൽ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ചേർന്നു വരുന്ന സോദാറ്റിനൊപ്പം, ആദ്യം ഒരു വിദ്യാർത്ഥി മനസ്സിലാക്കേണ്ടത് അതാണ്, ചേർന്നു വരുന്ന സോദാറ്റിനൊപ്പം ആർ ഓക്സിലിയറി വെർബ് ഉപയോഗിക്കാം. ഇംഗ്ലീഷിലെ ആർ ഓക്സിലിയറി വെർബ് മേ, മൈറ്റ്, മേ, മൈറ്റ്, ക്യാൻ, കുഡ്, ക്യാൻ, കുഡ്, വില്ല്, വുഡ്. ഈ ആർ ഓക്സിലിയറി വെർബാണ് ചേർന്നു വരുന്ന സോദാറ്റിനൊപ്പം ഉപയോഗിക്കുന്നത്. മേ, മൈറ്റ്, ക്യാൻ, കുഡ്, വിൽ, വുഡ്. ഈ ആർ ഓക്സിലിയറി വെർബുകൾ ചേർന്നു വരുന്ന സോദാറ്റിനൊപ്പം ഉപയോഗിക്കും. ഇതിനെ എങ്ങനെ തരംതിരിക്കാമെന്ന് ചോദിച്ചാൽ, തന്നിരിക്കുന്ന സെന്റൻസിൽ സോദാറ്റ് വരികയും വെർബിന്റെ ഫസ്റ്റ് ഫോമോ വെർബിനൊപ്പം എസ്ഒ ഇഎസ്ഒ വന്നാൽ, വെർബിന്റെ ഫസ്റ്റ് ഫോമോ വെർബിനൊപ്പം എസ്ഒ ഇഎസ്ഒ വന്നാൽ മേ, ക്യാൻ, വിൽ ഇവയിലൊന്ന് ഉപയോഗിക്കാം. ഒന്നുകൂടെ പറയാം. തന്നിരിക്കുന്ന സെന്റൻസിൽ സോദാറ്റ് വരികയും വെർബിന്റെ ഫസ്റ്റ് ഫോമോ വെർബിനൊപ്പം എസ്ഒ ഇഎസ്ഒ വന്നാൽ മേ, ക്യാൻ, വിൽ ഇവയിലൊന്ന് ഉപയോഗിക്കാം. നേരെ മറിച്ച് വെർബിന്റെ രണ്ടാമത്തെ ഫോമാണ് വരുന്നതെങ്കിൽ മൈറ്റ്, കുഡ്, വുഡ് ഇവയിലൊന്ന് ഉപയോഗിക്കാം. വെർബിന്റെ രണ്ടാമത്തെ ഫോമാണ് വരുന്നതെങ്കിൽ മൈറ്റ്, കുഡ്, വുഡ് ഇവയിലൊന്ന് ഉപയോഗിക്കാം. ഇതാണ് സോദാറ്റിന്റെ നിയമം. അതായത് തന്നിരിക്കുന്ന സെന്റൻസിൽ സോദാറ്റ് വന്നാൽ ആദ്യം മനസ്സിലാക്കേണ്ടത് ആ സോദാറ്റിനൊപ്പം ആർ ഓക്സിലിയറി വെർബേ യൂസ് ചെയ്യൂ. മേ, മൈറ്റ്, ക്യാൻ, കുഡ്, വില്ല്, വുഡ്. അത് തന്നെ ക്ലാസിഫൈ ചെയ്യുമ്പം തന്നിരിക്കുന്ന സെന്റൻസിൽ സോദാറ്റ് വരികയും വെർബിന്റെ ഫസ്റ്റ് ഫോമോ വെർബിനൊപ്പം എസ്ഒ ഇഎസ്ഒ വന്നാൽ മേ, ക്യാൻ, വിൽ ഇതിലൊരെണ്ണം ഉപയോഗിക്കാം. V2 ആണ് വരുന്നതെങ്കിൽ, വെർബിന്റെ രണ്ടാമത്തെ ഫോം ആണ് വരുന്നതെങ്കിൽ മൈറ്റ്, കുഡ്, വുഡ് ഇവയിലൊന്ന് ഉപയോഗിക്കാം. നമുക്കിനി ചോദ്യത്തിലേക്ക് വരാം. തന്നിരിക്കുന്ന സെന്റൻസിൽ സോദാറ്റ് വന്നു. അപ്പോഴേ സോദാറ്റ് കാണുമ്പം നേരെ ആദ്യം വരിക ഷീ വർക്ക്ഡ്. വർക്ക്ഡ് എന്ന് വെച്ചാൽ വെർബിന്റെ രണ്ടാമത്തെ ഫോമാണ്. അപ്പൊ സോദാറ്റ് വന്നു, V2 ഫോം വന്നു. എന്താ നേരത്തെ പറഞ്ഞേ? സോദാറ്റ് വന്നിട്ട് V2 വന്നാൽ മൈറ്റ്, കുഡ്, വുഡ് ഇതിലേതെങ്കിലും ഒരെണ്ണം ഓപ്ഷനിൽ കാണും. അതിലേതാണോ ഉള്ളത് അത് ടിക്ക് ചെയ്യണം. ഇവിടെ ഉത്തരമുണ്ട്, കുഡ്. ഇപ്പൊ മനസ്സിലായല്ലോ? സിമ്പിൾ ടോപ്പിക്, സിമ്പിൾ ആയിട്ടാണ് പറഞ്ഞു തന്നത്. ചേർന്നു വരുന്ന സോദാറ്റിനൊപ്പം ആർ ഓക്സിലിയറി വെർബ് മേ, മൈറ്റ്, ക്യാൻ, കുഡ്, വിൽ, വുഡ്. തന്നിരിക്കുന്ന സെന്റൻസിൽ സോദാറ്റ് വരികയും വെർബിന്റെ ഫസ്റ്റ് ഫോമോ വെർബിനൊപ്പം എസ്ഒ ഇഎസ്ഒ വന്നാൽ മേ, ക്യാൻ, വിൽ ഇവയിലൊന്ന് ഉപയോഗിക്കുക. അപ്പൊ അതിനൊരു എക്സാമ്പിൾ പറയാം. രാജു ഗോസ് ടു മാർക്കറ്റ് ഓൺ സൺഡേ so that
ഹി ഡാഷ് ബൈ വെജിറ്റബിൾസ്. അവിടെ സോ ദാറ്റ് വന്നു. രാജു ഗോസ് വെർബിനൊപ്പം എസ്ഒ ഇഎസ്ഒ വന്നു. അങ്ങനെ വന്നാൽ ഉത്തരമായിട്ട് ഒന്നുകിൽ മേ വരാം, ക്യാൻ വരാം, വിൽ വരാം. നേരെ മറിച്ച് വെർബിന്റെ രണ്ടാമത്തെ ഫോമാണ് വരുന്നതെങ്കിൽ മൈറ്റ്, കുഡ്, വുഡ് ഇതിലേതെങ്കിലും ഒരെണ്ണം വരാം. അതാണ് ഇവിടെ പറഞ്ഞേ, ഷീ വർക്ക്ഡ് ഹാർഡ് സോ ദാറ്റ് ഷീ ഡാഷ് വിൻ ദ ഗെയിം. സോ ദാറ്റ് വന്നു, വർക്ക്ഡ് V2 ആണ്. അപ്പോഴേ ചിന്തിക്കണം, ചേർന്ന് വരുന്ന സോ ദാറ്റിനൊപ്പം V2 വന്നാൽ മൈറ്റ്, കുഡ്, വുഡ് ഇവയിൽ ഒരെണ്ണമേ ഉപയോഗിക്കൂ. ഇവിടെ കുഡ് ഉണ്ട് ഉത്തരം. അതാണ് കറക്റ്റ് ആൻസർ. നിങ്ങൾക്ക് ഇത് ലളിതമായ രീതിയിൽ മനസ്സിലായെന്ന് ചിന്തിക്കുന്നു. ദാറ്റ്സ് ഓൾ.